പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 14 തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ഒന്നിനും കുറവില്ലാതെ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്ന് നമ്മളെ കരുതുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മളെ ഓരോ ദിവസവും അത്ഭുതമായിട്ടല്ലേ നടത്തുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നല്ല കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ ഞായറാഴ്ച പ്രഭാതം ഒരുക്കി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഇരുന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് അവരെ മറയ്ക്കുന്നു. ഒന്നിനും കുറവില്ലാതെ അങ്ങ് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. വയറിനകത്ത് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ, മരുന്നുകളൊക്കെ കഴിച്ചു പല ബുദ്ധിമുട്ടുകളാണ്, എന്നിട്ടും ആ വയറിലെ അസ്വസ്ഥതകൾക്ക് മാറ്റമില്ലാതെ വയറിനകത്ത് അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞു പോകുന്നവർ, കർത്താവെ അവരെ വിടുവിക്കണമേ. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ആവശ്യങ്ങളുടെ മേൽ ദൈവിക അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഇന്ന് കർത്ത ദിവസമാണല്ലോ, ലോകത്തെമ്പാടും ആരാധന നടക്കുന്നു. കർത്താവെ, ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിക്കണമേ, ദൈവിക സംരക്ഷണം കൊടുക്കണമേ, ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഇന്നത്തെ ആമേൻ സഭായോഗങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവിൻ്റെ വലിയ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ ആത്മശക്തിയെ പകർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ ഞങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും കർത്താവെ, അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. എല്ലാ ഡിലേകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവിക പ്രവൃത്തികൾ നടക്കട്ടെ. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് കർത്താവ് വിവാഹാലോചനകൾ വന്ന് അത് പൂർത്തീകരിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ആൺകുഞ്ഞുങ്ങളെയും ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, വായ്ക്കകത്ത് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതി പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവിക അത്ഭുതം കാണുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ആമേൻ. നാളെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഉപേക്ഷയായിട്ട് വിചാരിക്കണം. ഇന്നേ നമ്മളത് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്നേ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം. എന്നിട്ട് ഇങ്ങനെ പറയണം, നാളത്തെ മീറ്റിംഗ് എനിക്കൊരു അനുഗ്രഹമായിരിക്കും. നാളത്തെ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. നാളത്തെ മീറ്റിങ്ങിൽ കർത്താവിനെ തൊടും. ഇതൊക്കെ നമ്മുടെ ഡിക്ലറേഷൻസ് ആയിരിക്കും. ഇവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകളെ കാണുമ്പോൾ കർത്താവ് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വേദഭാഗമാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. സദൃശ്യവാക്യം, പ്രോവേർബ്സ്, അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ
21 വാക്യം നമ്മൾ വളരെ വളരെ അറിഞ്ഞിരിക്കേണ്ട വാക്യമായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അപ്പം അവരവരുടെ ജീവിതത്തെ തിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ തന്നെയാണ്. മരണവും ജീവനും നമ്മുടെ വാക്കുകളിലായിരിക്കുന്നു. നമ്മുടെ വാക്കുകളൊന്നും ഒരിക്കലും സാധാരണ വാക്കുകളായി കാണരുത്. നമ്മുടെ ഓരോ വാക്കുകളും ശക്തിയെ ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വാക്കുകൊണ്ട് ഒരു ബന്ധത്തെ നമുക്ക് നിലനിർത്താം. ഒരേ ഒരു വാക്കുകൊണ്ട് നമുക്ക് ബന്ധത്തെ എന്നേക്കുമായിട്ട് ഉടച്ചു കളയാം. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വാക്കുകൾ, നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ, നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് പറയുന്ന വാക്കുകൾ, നമ്മൾ ദേശത്തോടും സ്ഥാപനത്തോടും ഒക്കെ പറയുന്ന വാക്കുകൾ, അത് ശക്തി ക്യാരി ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ പിതാവായ ദൈവം ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചത് തൻ്റെ വാക്കിനാലാണ്. ആമേൻ. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 12:37 പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളാൽ തന്നെ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ടെന്ന് നമുക്കിതിനകത്തൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ വഴികളെ നേരെയാക്കി തരും. നമ്മുടെ അറ്റ്മോസ്ഫിയറുകളെ, നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മുടെ ഭാവിയെ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ടല്ലേ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ആമേൻ, ഈ നാവ് ചെറിയ ഒരു അവയവമാണെങ്കിലും ആമേൻ, അത് എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ തിരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് കപ്പലിൻ്റെ ചുക്കാനോട് ഉപമിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ആ വാക്യം എഴുതിയിരിക്കുന്നത്. അതായത് കപ്പലിൻ്റെ ചുക്കാൻ എങ്ങോട്ടും കപ്പൽ പോകണമെന്നുള്ളത് കപ്പലിൻ്റെ ചുക്കാനാണ് തീരുമാനിക്കുന്നത്. കാറ്റ് പലപ്പോഴും ആ കപ്പലിനെ പല റോങ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമെങ്കിലും ആ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് കപ്പലിനെ യഥാർത്ഥ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുപോലാണ് നമ്മുടെ വാക്കുകൾ വളരെ പവർഫുള്ളാണ്. അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒരു അനാവശ്യ വാക്കുകളും നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. ആമേൻ. 4:20 മറ്റുള്ളവരെ പണിയുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ആമേൻ. അതുകൊണ്ട് ആമേൻ, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് പർവ്വതങ്ങളെ നീക്കാമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. സോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ വാക്കിൻ്റെ പവർ നമുക്കറിയാം. സംഖ്യാപുസ്തകത്തിൽ ഈ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കാൻ പോയവർ 2 പേര് മാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു പറഞ്ഞു, ഇല്ല, നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല, നമ്മൾ അവരുടെ മുമ്പിൽ വെറും പുഴുക്കളെ പോലാണെന്ന് പറഞ്ഞു. അതുപോലെ അവർ ആ പോകുന്ന വഴി എല്ലാം നശിച്ചു പോകേണ്ടതായിട്ട് വന്നു. ആമേൻ. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, സ്മിത്ത് വിഗിൽസ്വർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന സാധാരണ ദൈവദാസനായിരുന്നു. റെക്കോർഡിക്കലി അനേകരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും എനിക്കെന്ത് തോന്നുന്നു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഞാൻ എന്തു ചെയ്യും, അല്ലെങ്കിൽ ശരീരത്തിന് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്നല്ല ചോദിക്കും, ഞാൻ എനിക്കെന്ത് ആവശ്യമുണ്ടോ അതെൻ്റെ ശരീരത്തോട് പറയും, അത് ഞാൻ എൻ്റെ സാഹചര്യത്തോട് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ വേദനയാ എന്ന് പറഞ്ഞ് വേദനയാണെന്ന് പറയത്തില്ല, സൗഖ്യമെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാ എന്ന് ഞാൻ പറയത്തില്ല, ധൈര്യമുണ്ടെന്ന് പറയും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ദൈവകരങ്ങളിൽ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടു. അറിയാവുന്ന ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു. അവൻ ദേശം മൊത്തം ക്ഷാമത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, ഗോഡ് ഈസ് മൈ പ്രൊവൈഡർ, ഐ വിൽ നോട്ട് ലാക്ക്. യഹോവ എൻ്റെ ഇടയന, എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അവിടെ എല്ലാവരും ക്ഷാമം നേരിട്ടപ്പോൾ നിരന്തരം പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനിടയായി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ്, അത് ആരോടാണെങ്കിലും, വീട്ടുകാരോടാണെങ്കിലും, നാട്ടുകാരോടാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ സംസാരിക്കണം തോന്നുമ്പോഴും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടേ സംസാരിക്കണം. വരുന്നത് ഉടനെ അങ്ങ് പറഞ്ഞു വിടരുത്. അത് പലപ്പോഴും ദോഷം ചെയ്യും, ബന്ധങ്ങളെ ബാധിക്കും. സഹോദര ബന്ധങ്ങളെ ബാധിക്കും. നമ്മൾ ഈ പറയുന്ന വാക്കുകളാണ് പലപ്പോഴും പലരുടെ ഉള്ളിനകത്ത് തുളച്ചു കയറും. അത് എന്നേക്കും ഒരു മുറിവിന് കാരണമാകും. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പിന്നെ ദൈവവചനത്തെ നിരന്തരമായി നമ്മുടെ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് പിന്നെ എപ്പോഴും വചനം വരാൻ തുടങ്ങും. അതുപോലെ നമ്മളെ തന്നെയാണെങ്കിലും നമ്മുടെ സമൂഹത്തെ ആണെങ്കിലും ഒരിക്കലും ശപിക്കരുത്, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ആമേൻ. അതുപോലെ വിശ്വാസം പറയണം.
ഭയത്തെക്കുറിച്ച് പറയല്ലേ. ആമേൻ. മറ്റുള്ളവരെ ആമേൻ വിശ്വാസത്തിൽ പണിയുന്നവരായി തീരുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ നാവിൻ്റെ മേൽ ഒരു കടിഞ്ഞാൻ വീഴുവാനിട വരും. അതുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടേ സംസാരിക്കാവുള്ളൂ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.